ഹായ് നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ബയോളജിയാണ്. ഞാൻ കൂടുതൽ ക്വസ്റ്റ്യൻസ് SCERT നിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ടെൻഷനൊന്നും ആവണ്ട, വളരെ സിമ്പിൾ ആയി തന്നെ ഇട്ട് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ഒട്ടും നഷ്ടപ്പെടുത്താത്ത രീതി തന്നെയാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പൊ മക്കള് ടെൻഷൻ ഒന്നും വേണ്ട. ഓക്കെ ആണോ? സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ആദ്യത്തെ ചോദ്യം മക്കളെ പെട്ടെന്ന് പോവാൻ, നിങ്ങളുടെ സമയം ഒട്ടും കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തെറ്റായ പ്രസ്താവനയാണ്. ഞാൻ റൗണ്ട് ഒന്നും ചെയ്യുന്നില്ല, കാരണം പെട്ടെന്ന് വായിച്ചു പോകും. നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. പിന്നെ എന്താണ് നിങ്ങൾക്ക് ബയോളജി ആയപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ജീവനുള്ള കോശം ആദ്യമായി കണ്ടെത്തിയത് ആൻഡമാൻ ലുവൻ ഹുക്ക് ആണ് എന്ന് പറയുന്നു. ശരിയാണ് അല്ലെ? കോശകേന്ദ്രമായ ന്യൂക്ലിയസ് കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ ആണ്. ശരിയാണോ? ശരിയാണ് അല്ലെ? സസ്യകോശം കണ്ടെത്തിയത് MJ സ്ലീഡൻ ആണെന്ന് പറയുന്നു. ശരിയാണ്. ജന്തുകോശം കണ്ടെത്തിയത് ആരാണ്? റുഡോൾഫ് വിർഷോ ആണ് പറയുന്നു. ശരിയാണോ? അല്ല അല്ലെ? എന്താണ്? 4 മാത്രമാണ് തെറ്റ്. ആരാണ് സസ്യകോശം കണ്ടത്? തിയോഡർ ഷാൻ ആണ് അല്ലെ? ഓക്കെ, അപ്പൊ റുഡോൾഫ് വിർഷോ എന്താ കണ്ടെത്തിയത്? എന്താണ്? നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാവൂ എന്ന നിഗമനം രൂപീകരിച്ചു. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? എന്താണ് കോശം? കോശം എന്ന ലാറ്റിൻ പദത്തിന് അർത്ഥം എന്താ മക്കളെ? കോശം എന്ന ലാറ്റിൻ പദത്തിന് അർത്ഥമാണ് ചെറിയ മുറി എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണോ? കോശത്തെ കുറിച്ചുള്ള പഠനം എന്താണ്? എന്താണ് കോശത്തെ കുറിച്ചുള്ള പഠനമാണ്? സൈറ്റോളജി അല്ലെ? സൈറ്റോളജി. ജീവശാസ്ത്ര പിതാവ് എന്നറിയപ്പെടുന്ന അരിസ്റ്റോട്ടിൽ ആണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണോ? ജന്തുശാസ്ത്ര പിതാവ് ഏതാണ്? ജന്തുശാസ്ത്രമാണെങ്കിലോ അരിസ്റ്റോട്ടിൽ തന്നെയാണെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണോ? ഓക്കെ ആണോ? കോശ സിദ്ധാന്തം ആദ്യമായി ആവിഷ്കരിച്ചത് ആരാ മക്കളെ? കോശ സിദ്ധാന്തം അത് സ്ലീഡനും ശ്വാനും കൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണോ? ഓക്കെ ആണോ? കോശ സിദ്ധാന്തം ബാധകമല്ലാത്ത ജീവി വിഭാഗം ഏതാ മക്കളെ? കോശ സിദ്ധാന്തം ബാധകമല്ലാത്ത ജീവി വിഭാഗമാണ് വൈറസുകൾ എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണോ? ഒരൊറ്റ കോശത്തിൽ നിർമ്മിക്കപ്പെട്ടിരുന്ന ജീവികളാണ് എന്ത്? ഏകകോശികൾ. ഏകകോശ ജീവികളാണെന്ന് കൂടി മനസ്സിലാക്കുക. ഏതൊക്കെയാണ്? ബാക്ടീരിയ ഉണ്ടാവും. പിന്നെ ഏതൊക്കെ ഉണ്ടാവും? ബാക്ടീരിയ, പാരാമീസിയം, യുക്ലീനിയ, പിന്നെന്താണ്? അമീബിയും കൂടി ഉണ്ടാവും. ഏതാണ്? ഏകകോശ ജീവികൾക്കെന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? അപ്പൊ ബഹുകോശ ജീവികൾ എന്താണ്? ബഹുകോശ ജീവികൾ എന്താണ്? പറഞ്ഞേ. ശരീരത്തിൽ 2 അതിലധികമോ എന്ത് കോശങ്ങൾ ഉള്ള ജീവികളാണ് ബഹുകോശ ജീവികളാണോ? സസ്യങ്ങള്, ജന്തുക്കളൊക്കെ അതിൽ ഉദാഹരണമായിട്ട് വരുമെന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അതുപോലെ സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് നമുക്കറിയാം. എന്താണ്? സ്ലീഡൻ ആണ്. ഏത് വർഷമാണ് മക്കളെ? 1838 കൂടി മനസ്സിലാക്കി വെക്കുക. എന്താണ്? 1838 കൂടി മനസ്സിലാക്കി വെക്കുക. കോശ കേന്ദ്ര ന്യൂക്ലിയസ് കണ്ടെത്തിയത് ആരാണ്? 1831 റോബർട്ട് ബ്രൗൺ ആണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? റുഡോൾഫ് വിർഷോ എന്താ പറഞ്ഞത്? നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രം പുതിയ കോശങ്ങൾ ഉണ്ടാവുന്നു എന്ന് രൂപീകരിച്ചത് 1858 കൂടി ഡേറ്റ് ഒന്ന് ഓർത്ത് വെക്കുക. 1858 കൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ചോദ്യം, മൈറ്റോകോൺട്രിയ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. മൈറ്റോകോൺട്രിയ ഊർജത്തിന്റെ ഉൽപാദനവും സംരംഭവും എന്ന് പറയുന്നു. എല്ലാം SCERT ആണെന്ന് കൂടി ഞാൻ പറയുകയാണ് കേട്ടോ. ക്ലിയർ ആണോ? ഗോൾഗി അപ്പാരറ്റ്സ് ഏതാണ്? പദാർത്ഥങ്ങൾ പൊതിഞ്ഞ് വിതരണം ചെയ്യൽ. അത് ക്ലിയർ ആണ്. ലൈസോസോം എന്താണ്? കോശാന്തര പദാർത്ഥങ്ങളുടെ ദഹനം എന്ന് പറയുന്നു. അതും ക്ലിയർ ആണ് അല്ലെ? പിന്നെന്താണ്? റൈബോസോം പദാർത്ഥ സംവഹനം എന്ന് പറയുന്നു. ശരിയാണോ മക്കളെ? അല്ല അല്ലെ? തെറ്റല്ലേ? ആണോ? തെറ്റാണ് അല്ലെ? അപ്പൊ 1, 2, 3 മാത്രമാണ് ശരി. എന്താണ് റൈബോസോം? മാംസ സംശ്ലേഷണമാണ്. ഓക്കെ ആണോ? പദാർത്ഥ സംവഹനം എന്താണ്? അത് അന്തർദ്രവ്യ ജാലിക. എന്താണ്? അന്തർദ്രവ്യ ജാലിക എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? ആദ്യ ജോഡികളിലെ പദങ്ങളുടെ ബന്ധം നിരീക്ഷിച്ച് വിട്ടുപോയത് പൂരിപ്പിക്കുക. ക്ലിയർ ആണോ? പെട്ടെന്ന് നോക്കിയേ. എന്താ സംഭവം? കോശ വിഭജനത്തിലെ നമ്മള് 2 തരത്തിലുണ്ട് അല്ലെ? ക്രമഭംഗവും ഉണ്ടാവും, ഊനഭംഗവും ഉണ്ടാവും. ക്ലിയർ ആണോ?
ക്രമം എന്താണ്? ശരീരകോശങ്ങളും അതുപോലെ തന്നെ ഊനഭകം എന്താ വരിക? പ്രത്യുൽപാദന കോശങ്ങളുമാണ്. ഓക്കെ ആണ്. അപ്പൊ ഒന്ന് മനസ്സിലാക്കി. ഏതാ വരിക ഓപ്ഷൻ? ഈ ക്രമഭംഗമാണ് എന്ത്? 5 ഘട്ടങ്ങളിലായി ഉള്ളത് എന്ന് തിരിച്ചറിയുക. ക്ലിയർ ആണോ? ഏതാ വരിക? ഏതൊക്കെയാണ്? പ്രൊഫേസ് ഉണ്ട്, മെറ്റഫേസ് ഉണ്ട്, അനാഫേസ് ഉണ്ട്, ടിലോഫേസ് ഉണ്ട്. അപ്പൊ ഏതാ ആൻസർ വരിക? ആദ്യത്തെ ആൻസർ ഏതാ വരിക? പ്രൊഫേസ് ആണ് അല്ലെ. രണ്ടാമത്തെ ആണെങ്കിലോ കോശമർമ്മത്തിന്റെ വിഭജനം. ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? മൂന്നാമത്തെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണോ? ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ആദ്യത്തെ എന്താണ്? പ്രൊഫേസ്. രണ്ടാമത്തെ കോശമർമ്മത്തിന്റെ വിഭജനം എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ. ദെൻ ന്യൂക്ലിയസിന്റെ വിഭജനത്തിൽ പുത്രിയ ക്രോമസോണുകൾ രൂപം കൊള്ളുന്ന ഘട്ടം ഏത് ഘട്ടമാണ്? അനാഫേസിൽ ഓപ്ഷൻ ഡി ആണ് വരിക. ഓക്കെ ആണോ? ഫേനത്തെ ആവരണം ചെയ്തു കാണുന്ന സവിശേഷ സ്ഥലം ഏതാണ്? ഏതാണ് ഫേനം? ഞാൻ കുറച്ച് മുമ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചാണ് അല്ലെ. ഏതാണ്? ടോണോപ്ലാസ്റ്റ് ആണ്. ഓപ്ഷൻ ഡി ആണ് അല്ലെ. എന്താണ് ക്രോമോപ്ലാസ്റ്റ്? ക്രോമോപ്ലാസ്റ്റ് എന്താണ്? വർണ്ണഘടം അല്ലെ. ഏതൊക്കെയാണ്? പൂക്കൾക്കും ഫലങ്ങളും എന്നിവയ്ക്ക് നിറം നൽകുന്നതാണെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? ക്ലോറോപ്ലാസ്റ്റ് എന്താണ്? ഓപ്ഷൻ സി എന്താണ്? സസ്യങ്ങൾക്ക് പച്ച നിറം നൽകുന്ന വർണ്ണവസ്തു. ഓക്കെ ആണോ? ആൻസർ ഓപ്ഷൻ ഡി ആണ് അല്ലെ. ടോണോപ്ലാസ്റ്റ് ആണ്. then അടുത്ത് ഏറ്റവും നീളമുള്ള കോശം നാഡീകോശം ആണെന്ന് പറയുന്നു. മനുഷ്യരിലെ ഏറ്റവും ചെറിയ കോശം പുംബീജമാണ്. മനുഷ്യരിലെ ഏറ്റവും വലിയ കോശം അണ്ഡമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കോശം ഒട്ടകപക്ഷിയുടെ മുട്ടയാണെന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ? ഏതാണ് ശരി? ഏതൊക്കെയാണ് ശരി? എല്ലാം ശരിയാണ് അല്ലെ. ഓപ്ഷൻ 1, 2, 3, 4 നാലും ശരിയാണ്. ക്ലിയർ ആണോ? കോശത്തിന്റെ ഘടന ആദ്യമായി വിശദീകരിച്ച പുസ്തകം ആരുടേതാണ്? ആരുടേതാണ് പുസ്തകം? ഒന്ന് ലൈക്ക് അടിച്ചേട്ടോ. എടാ മക്കളെ ആരെയാണ്? റോബർട്ട് ഹുക്ക് ആണ് അല്ലെ. ആണോ? മൈക്രോഗ്രാഫിയ അല്ലെ. മൈക്രോഗ്രാഫിയ റോബർട്ട് ഹുക്ക് ആണ്. റോബർട്ട് ബ്രൗൺ എന്താണ്? റോബർട്ട് ബ്രൗൺ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് അല്ലെ. ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആണോ? സ്വീഡൻ ആണെങ്കിലോ സസ്യകോശവും, ശ്വാൻ ആണെങ്കിൽ എന്താണ്? ജന്തു കോശവുമാണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? കോശ സിദ്ധാന്തം ബാധകമല്ലാത്ത ജീവി വിഭാഗം. നമ്മൾ അപ്പോഴേ പറഞ്ഞതാണ്. ഏതാണ്? ഓപ്ഷൻ എ വരും അല്ലെ. വൈറസ് ആണെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണോ? കാരണം വൈറസിന് എന്താണ്? കോശം ഇല്ല. ക്ലിയർ ആണോ? പോഷണ പ്രക്രിയയിലെ ശരിയായ ഘടകങ്ങളെ സൂചിപ്പിക്കുന്ന ശൃംഖല ചുവടെ തന്നിരിക്കുന്നവയിൽ നിന്നും കണ്ടെത്തി എഴുതുക. ഏതാ വരിക? ഓപ്ഷൻ ഏതാ വരിക? 9ാമത്തെ ചോദ്യം ഏതാ മക്കളെ ആൻസർ വരിക? ഓപ്ഷൻ ബി ആണ് വരിക അല്ലെ. ബി അല്ലേ വരിക? ഏതാ വരിക? ആഹാര സ്വീകരണം ഉണ്ടാവും, പിന്നെ ദഹനം ഉണ്ടാവും, ആഗിരണം ഉണ്ടാവും, സ്വാംശീകരണം ഉണ്ടാവും, വിസർജനം. ഓപ്ഷൻ തെറ്റണ്ട. ഓപ്ഷൻ ഏതാ വരിക? ഓപ്ഷൻ ബി ആണ് വരിക. ക്ലിയർ ആണോ? ശരിയായവ കണ്ടെത്തുക. പെട്ടെന്ന് കണ്ടെത്തിയ മക്കളെ. പെട്ടെന്ന് കണ്ടെത്തി. എന്താണ് പറയുന്നത്? പല്ലുകളെ കുറിച്ചുള്ള പഠനമാണ് ഓഡോന്റോളജി എന്ന് പറയുന്നു. മനുഷ്യര് രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം 32 എന്ന് പറയുന്നു. വേറെ എന്തായിരുന്നു പറഞ്ഞത്? സസ്യഭോജികൾക്ക് ഇല്ലാത്ത പല്ലാണ് കോമ്പല്ല് എന്ന് ഞാൻ പറഞ്ഞു. ആണോ? മനുഷ്യരിൽ ഏറ്റവും കാഠിന്യമേറിയ പദാർത്ഥമാണ് പല്ലിലെ ഇനാമിൽ എന്ന് പറയുന്നു. ശരിയാണോ? ശരിയാണോ?
എല്ലാം ശരിയാണ് അല്ലെ, എല്ലാം ശരിയാണ്. ക്ലിയർ, ഓപ്ഷൻ സി ആണ് അല്ലെ. എന്താണ് പല്ലുകൾ എങ്ങനെയാ ഉറപ്പിച്ചിരിക്കുന്നത്? പല്ലുകൾ എങ്ങനെ ഹനുക്കളിലെ കുഴികളിലാണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണോ? ജനിച്ച ഉടനെ ആദ്യം മുളയ്ക്കുന്ന പല്ല് ഏതാണ്? ജനിച്ച ഉടനെ ആദ്യം മുളയ്ക്കുന്ന പല്ല് ഏതാണ്? കമന്റ് ചെയ്തേ. ജനിച്ച ഉടനെ ആദ്യം മുളയ്ക്കുന്ന പല്ലാണ് പാൽപ്പല്ലുകൾ എന്ന് മനസ്സിലാക്കുക. എത്രണ്ണമാണ് ഉണ്ടാവുക? കമന്റ് ചെയ്തേ. എത്രണ്ണമാണ്? 20 കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? എത്രണ്ണാണ്? 20 കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? അതുപോലെ പ്രായപൂർത്തിയായി കഴിഞ്ഞാലോ? പ്രായപൂർത്തിയായ ആൾക്ക് 4 സ്ഥിരദന്തങ്ങൾ ഉണ്ടാവും അല്ലെ, 4 എണ്ണം ഉണ്ടാവും. എന്തൊക്കെയാണ്? വിസ്ഡം ടീത്ത് അല്ലെ, വിവേകദന്തങ്ങൾ. പിന്നെ എന്തൊക്കെയാ മക്കളെ പറഞ്ഞേ? മനുഷ്യര് 4 പല്ലുകൾ, ഉളിപ്പല്ല് ഉണ്ടാവും അല്ലെ, ഇൻസിസർ ഉണ്ടാവും, പിന്നെ കോമ്പല്ല്, അഗ്രചവർണകം, ചവർണകം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ആണോ? ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ല് ഏതാണ്? ആഹാര വസ്തുക്കൾ കടിച്ചു മുറാൻ സഹായിക്കുന്ന പല്ലാണ് ഉളിപ്പല്ല്. 8 എണ്ണമാണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ലാണ് കോമ്പല്ല്, 4 എണ്ണം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ സസ്യഭോജകൾക്ക് ഇല്ലാത്ത പല്ലാണ് നമ്മൾ പറഞ്ഞു ആർക്കാണ്? കോമ്പല്ല് എന്ന് പറഞ്ഞു. ഓക്കെ ആണോ? ആഹാര വസ്തുക്കൾ ചവച്ചരയ്ക്കാനാണെങ്കിലോ? ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലാണ് അഗ്രചവർണകവും ചവർണകം. അഗ്രചവർണകം 8 വരും, ചവർണകം 12 വരും എന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഈ നമ്മുടെ മോണയ്ക്ക് പുറത്ത് കാണുന്ന പല്ലിന്റെ ഭാഗമാണ് എന്ത്? ദന്തമകുടം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. പല്ലുകൾ നിർമ്മിച്ചത് പ്രധാനപ്പെട്ട ഒരു ഘടകമുണ്ട്. ഏത് ഘടകമാണ് മക്കളെ? ഏതാണ്? കാൽഷ്യം ഫോസ്ഫേറ്റ് ആണെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണോ? അതുപോലെ പല്ല് നിർമ്മിച്ചിരുന്ന ഒരു കലയുണ്ട് ജീവനുള്ളത്. ഏത് കലയാണ്? ഡെന്റൈൻ ആണെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണോ? അതുപോലെ പല്ലുകൾക്ക് കേടുവരുന്ന ആസിഡ് ഏതാണ്? പല്ലുകൾക്ക് കേടുവരുന്ന ആസിഡ് ഏത് ആസിഡാണ്? ലാക്റ്റിക് ആസിഡ് ആണ്. പല്ലുകൾക്ക് കേടുവരുന്ന ആസിഡ് ലാക്റ്റിക് ആസിഡ് ആണെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണോ? ദെൻ അടുത്ത ചോദ്യം. ആഹാരവും വായുവും കടന്നു പോകുന്ന പൊതുവായ ഭാഗം ഏതാണ്? ഏതാണ്? ഓപ്ഷൻ എ അല്ലെ, ഗ്രസനിയാണ് അല്ലെ. പാലറ്റ് വായുടെ മേൽത്തട്ടാണ് കേട്ടോ, പാലറ്റ്. ഓക്കെയാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. തെറ്റായ പ്രസ്താവന ഏതെന്ന് കണ്ടെത്തുക. ഭക്ഷണം കടന്നു ചെല്ലുമ്പോൾ അന്നനാളത്തിലെ തരംഗ രൂപത്തിലുള്ള ചലനമാണ് പെരിസ്റ്റാൾസിസ്. ക്ലിയർ ആണോ? അത് ശരിയാണോ? എടാ മക്കളെ ശരിയാണോ? ശരിയാണ് അല്ലെ. ദെൻ പിത്തരസം ഉത്പാദിപ്പിക്കുന്ന അവയവമാണ് എന്താണ്? ആമാശയം പറയുന്നത് തെറ്റാണ് അല്ലെ. എന്താണ് ആൻസർ? എന്താണ്? കരളാണ്. എന്താണ്? കരളാണ്. ക്ലിയർ ആണോ? ദെൻ ചെറുകുടലിന്റെ ഭിത്തിയിൽ കാണുന്ന സൂക്ഷ്മങ്ങളായ വിരലുകൾ പോലുള്ള ഭാഗമാണ് വില്ലസുകൾ. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് ശരിയാണ്. ജലത്തിന്റെ ആഗിരണം നടക്കുന്ന ഭാഗമാണ് എന്താണ്? വൻകുടൽ എന്ന് പറയുന്നു. ഇവിടെ എന്താ ചോദിച്ചിരുന്നത്? ഏതാണ്ട് തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചത്. 2 മാത്രമാണ് തെറ്റ്. ക്ലിയർ ആണോ? ആഹാരത്തിന്റെ ദഹനം പൂർത്തിയാക്കുന്നതും ആഗിരണം ആരംഭിക്കുന്നതുമായ ഭാഗം എവിടെ നിന്നാണ്? ഇതാണ് ഓപ്ഷൻ എ, ചെറുകുടലാണ് അല്ലെ. ഓപ്ഷൻ എ ചെറുകുടലാണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ചേരുംപടി ചേർക്കുക. ദഹന വ്യവസ്ഥയിലെ പ്രധാന pH മൂല്യങ്ങൾ. പെട്ടെന്ന് നോക്കിയേ. ഏതൊക്കെയാ വരിക? ഏതാ വരിക? കമന്റ് ചെയ്തേ. ഇവിടെ പെണ്ണ് വെച്ചു കാണാനില്ല, അത് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഏതാ വരിക? ഓപ്ഷൻ ഏതാ വരിക? നോക്കാം. ഒന്നാമത്തെ ആമാശയരസം ഏതാ വരിക? 1.5 മുതൽ 3.5 വരെ വരും അല്ലെ. ദെൻ ഉമിനീരാണെങ്കിലോ 6.2 മുതൽ 7.6 വരില്ലേ. ദെൻ ആഗ്നേയരസം 7.5 മുതൽ 8. പിത്തരസം 7. ഏതാ വരിക? അപ്പൊ ഓപ്ഷൻ
ഓപ്ഷൻ ഡി വരുമോ മക്കളെ? ഓപ്ഷൻ ഡി ആണ് വരിക അല്ലെ? ക്ലിയർ ആയോ? ഈ വായിൽ വെച്ചുണ്ടാകുന്ന അന്നജമില്ലേ, അന്നജത്തിന് ഉണ്ടാകുന്ന രൂപമാറ്റം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? എന്താ അറിയപ്പെടുന്നത്? അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഏത് പേരിലാണ് വായിൽ വെച്ച് അന്നജം ഉണ്ടാകുന്ന രൂപമാറ്റം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? മാൾട്ടോസ് ആണ് കേട്ടോ. മാൾട്ടോസ് ആണ്, മാൾട്ടോസ് ആണെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. വായിൽ കാണപ്പെടുന്ന 3 തരത്തിലുള്ള ഉമിനീർ ഗ്രന്ഥികളുണ്ട്. ഏതൊക്കെയാണെന്നറിയോ? ഞാൻ ഉമിനീര് വന്നപ്പോ നോക്കിയതാണ്. ഏതൊക്കെയാണ് 3 തരത്തിലുള്ള ഉമിനീർ ഗ്രന്ഥികൾ? ഏതൊക്കെയാ മക്കളെ? ഏതൊക്കെയാണ്? പെരോറ്റിറ്റും, സബ്മാക്സിലറിയും, അതുപോലെ സബ്ലിംഗുൽ ആണെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. ഏറ്റവും വലിയ ഉമിനീർ ഗ്രന്ഥി ഏതാണ്? മനുഷ്യരുടെ ഏറ്റവും വലിയ ഉമിനീർ ഗ്രന്ഥി ഏറ്റവും വലുത് ഏതാണ്? പരോറ്റിക് ഗ്രന്ഥിയാണ്. ഏറ്റവും ചെറുതാണെങ്കിൽ സബ്ലിംഗുൽ ആണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഈ ഉമിനീര് പ്രവർത്തിക്കുന്ന എവിടെയാണ്? നമ്മുടെ ഭക്ഷ്യ ഘടകത്തിൽ എവിടെയാ വരിക? അന്നജത്തിലാണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണോ? അതുപോലെ ഈ അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്ന ഏത് രാസാഗ്നിയാണ്? അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്ന ഏതാണ്? ഏതാണ് അന്നജത്തെ മാൾട്ടോസ് ആക്കി? ടൈലിംഗ് ആണ് കേട്ടോ. അതും കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, ഭക്ഷണത്തിലൂടെ ഈ രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിൽ നശിക്കുന്ന രാസാഗ്നി ഏതാണ്? ഭക്ഷണത്തിലൂടെ പ്രവേശിക്കുന്ന രോഗാണുക്കൾ അല്ലെ, അത് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്ന രാസാഗ്നിയാണ് ലൈസോസൈം ആണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അന്നനാളം എവിടെ നിന്ന് ആരംഭിക്കുന്നത്? നമ്മൾ പറഞ്ഞു ഗ്രസനിയിൽ നിന്നാണ്. അതും കൂടെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അന്നനാളത്തിന് ഏകദേശം നീളം എത്രയാണ്? 25 സെന്റിമീറ്റർ. എത്രയാണ്? 25 സെന്റിമീറ്റർ ആണെന്നും കൂടി ഓർത്ത് വെക്കുക. ക്ലിയർ ആണോ? ക്ലിയർ ആണോ മക്കളെ? അതുപോലെ ഈ മനുഷ്യന്റെ ഒരു ആമാശയത്തിൽ നമുക്ക് എത്ര എണ്ണം അറകളുണ്ട്? എത്ര എണ്ണം അറകളുണ്ട്? എത്ര എണ്ണം അറകളുണ്ട്? എത്ര എണ്ണം അറകളുണ്ട്? ഒന്നാണ് കേട്ടോ. ഒന്നാണ്. ഓക്കെ ആണോ? ഒന്നാണ് കൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണോ? ഓക്കെ ആണോ? പിന്നെ ഈ പിന്നെന്താണ്? ഈ ആമാശയത്തിൽ വെച്ച് ദഹനം, നമുക്ക് ഭക്ഷണം ദഹിക്കാൻ എത്ര സമയം വേണം? 4 മുതൽ 5 മണിക്കൂർ വേണമെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണോ? അതുപോലെ ഈ ആമാശയത്തിൽ കുഴമ്പ് രൂപത്തിലുള്ള ഒരു ഭക്ഷണം എന്താണ്? എന്താണ്? കൈമാണ്. എന്താണ്? കൈമാണെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. കൈമിന്റെ pH മൂല്യം 2 ആണ് കേട്ടോ. ഇതാണോ? അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? കുറച്ച് പറഞ്ഞുതരാം. എല്ലാം നമുക്ക് പോവാൻ നമുക്ക് ഒരുപാട് വൈകും. ഓക്കെ ആണോ? അടുത്ത ചോദ്യം, 15ാമത്തെ ചോദ്യം ഏതാണ്? കൊഴുപ്പിനെ ചെറുകണികളാക്കുന്ന ദഹനരസം ഏതാണ്? കൊഴുപ്പിനെ ചെറുകണികളാക്കുന്ന ദഹനരസം ഏതാണ്? നമുക്കറിയാം. ഏതാണ്? പിത്തരസമാണ് അല്ലെ? ഏതാണ്? പിത്തരസമാണ് എന്ന് നിങ്ങൾ പറയുന്നു. ആണോ? ആണോ മക്കളെ? അതെ എന്നാണ് പറയുന്നത് അല്ലെ? ഓക്കെ, രാസാഗ്നി അടങ്ങിയിട്ടില്ലാത്ത ദഹനരസമാണ് ഏത്? ഈ പിത്തരസം എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണോ? ആമാശയരസം എന്താണ്? ഞാൻ പറഞ്ഞുല്ലേ, ആമാശയരസം എന്താ മക്കളെ? എന്താണ്? ആമാശയ ഗ്രന്ഥികൾ ഉത്പാദിപ്പിക്കുന്ന ദഹനരസമാണ് എന്താണ്? ആമാശയ രസം. ഏതൊക്കെയാണ്? പെപ്സിൻ ഉണ്ട്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്, ശ്ലേഷ്മൊക്കെ ഉണ്ടാവും. ക്ലിയർ ആണോ? പിന്നെ എന്താണ്? ആഗ്നേയരസം. എന്താണ്? അമിലേസ്, ട്രിപ്സിൻ, ലിപ്പേസ് എല്ലാം ഏതാണ്? ആഗ്നേയരസമാണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക. പിത്തരസം എന്താണ്? ബിൽറുബിനും ബിലിവേർഡിനൊക്കെ അല്ലെ വർണ്ണങ്ങള്? അതൊക്കെ ഏതാണ് വർണ്ണങ്ങള്? ബിൽറുബിൻ, ബിൽവേർഡിനൊക്കെ ഏതാണ്? പിത്തരസമാണെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? ഓക്കെ, അതുപോലെ ഈ നമ്മുടെ ശരീരത്തിലെ രാസപ്രവർത്തനങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ഏത് പദാർത്ഥമാണ്? ഏതാണ്? എൻസൈമുകളാണ് അല്ലെങ്കിൽ രാസാഗ്നികളാണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? അതുപോലെ ദഹനത്തിന് പറ്റുന്ന പോഷകം ഏതാണ്? ദഹനത്തിന് പറ്റുന്ന പോഷകം ഏതാ മക്കളെ? ഏതാണ്? ഏതാണ്? പ്രോട്ടീൻ ആണെന്ന് കൂടി ഓർത്ത് വെക്കുക. ഓക്കെ ആണോ? അതുപോലെ ഈ മാംസത്തെ പെപ്റ്റോണുകളാക്കി മാറ്റുന്ന എൻസൈം ആണ് ഏത്? മാംസത്തെ പെപ്റ്റോണാക്കി മാറ്റുന്ന എൻസൈം ആണ് പെപ്സിൻ. ഓക്കെ ആണോ? പെപ്സിൻ ദഹിക്കാത്ത മാംസമാണ് ഏതാണ്? കെരാറ്റിൻ ആണ്. പെപ്സിൻ ദഹിക്കാത്ത മാംസമാണ് കെരാറ്റിൻ ആണെന്ന് കൂടി ഓർത്ത് വെക്കുക. ക്ലിയർ ആണോ? എന്താണ്? ഹസ്നത്ത്, ഒരു പുഞ്ചിരി. ഓക്കെ ആണോ? അതുപോലെ നമ്മുടെ ഈ പാലിനെ ഇതാക്കില്ലേ, എന്താണ്? കേസിൻ ദഹിപ്പിക്കുന്ന രാസാഗ്നി റെനിൻ ആണ് കേട്ടോ. പാലാണെങ്കിൽ റെനിൻ ആണെന്ന് കൂടി ഓർത്ത് വെക്കുക. ക്ലിയർ ആണോ? ഓക്കെ ആണ്. ആമാശയത്തിൽ ഏത് ആസിഡ് ആണ്? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. അപ്പോ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ എത്രയാ pH വരിക? 1 മുതൽ 3 വരെ വരും കേട്ടോ. 1 മുതൽ 3 വരെ വരും ചാൻസ് ഉണ്ട്. ഓക്കെ ആണോ?
ഓക്കെയാണ്. പിത്തരസം എവിടുന്ന കരളാണെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. എവിടുന്നാ പിത്തരസം സംഭരിക്കുന്നത്? പിത്താശയത്തിലാണെന്ന് കൂടി ഓർത്തു വെക്കുക. അതുപോലെ നമ്മുടെ ഈ കൊഴുപ്പുകളിനെ ചെറു കണികളാക്കി മാറ്റുന്ന ഏതാണ്? ഈ പിത്തരസമാണെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? ഇത് രാസാഗ്നി അടങ്ങിയിട്ടില്ലാത്ത ഞാൻ പറഞ്ഞു അല്ലെ. എന്താണ് പിത്തരസത്തിന്റെ നിറം? എന്താണ് പിത്തരസത്തിന്റെ നിറം? എന്താണ് നിറം? പച്ചയും മഞ്ഞയും കലർന്ന നിറമാണെന്നും കൂടി ഓർത്ത് വെക്കുക. ഓക്കെയാണ്. രണ്ട് വർണ്ണങ്ങൾ പറഞ്ഞു, ബിൽറുബിനും ബിലിവേർഡിനും അല്ലെ. ക്ലിയർ ആണോ? ഈ ബിലിറുബിൻ ആണ് നമ്മുടെ ശരീരത്തെ കടന്നു കഴിഞ്ഞിട്ട് പിന്നെന്താവും? എല്ലാ കലകളിലൊക്കെ വ്യാപിച്ചിട്ട് എന്ത് സംഭവിക്കും? മഞ്ഞ നിറമാവും അല്ലെ. അതിനെ മഞ്ഞപ്പിത്തം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ക്ലിയർ ആണോ? ആഗ്നേയ ഗ്രന്ഥി ഉത്പാദിപ്പിക്കുന്ന ഏതാണ്? ആഗ്നേയ രസമാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലെ. ഓക്കെ ആണോ? അപ്പൊ അന്നജത്തിനെ മാൾട്ടോസ് ആക്കി മാറ്റുന്ന ഏതാണ്? അന്നത്തെ മാൾട്ടോസ് ഏതാണ്? അന്നത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്ന രാസാഗ്നി ഏതാണ്? ഏതാണ്? അമിലോസ് ആണ് കേട്ടോ. അമിലേസ് ആണെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. എനിക്ക് ഓർമ്മയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരും, ബാക്കി നിങ്ങൾ സ്വയം പഠിച്ചോളൂ. ഓക്കെ ആണോ? പിന്നെന്താണ് പറയേണ്ടത്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ മറ്റേ മനുഷ്യന്റെ ചെറുകുടലിന്റെ നീളം എത്രയാണ്? അടുത്ത ക്വസ്റ്റ്യൻ വരുമ്പോ അപ്പൊ പറയാം അല്ലെ. ശരീരത്തിൽ വിറ്റാമിൻ കെ ഉൽപ്പാദിപ്പിക്കുന്ന ബാക്ടീരിയ ഏതാണ്? എവിടെയാണ് കാണപ്പെടുന്നത്? ശരീരത്തിൽ വിറ്റാമിൻ കെ ഉൽപ്പാദിക്കപ്പെടുന്ന ബാക്ടീരിയകൾ എവിടെയാണ് കാണപ്പെടുന്നത്? എവിടെയാണ്? വൻകുടലിലാണെന്നാണ് പറയുന്നത്. എവിടെയാണ്? വൻകുടലാണെന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അപ്പൊ ചെറുകുടലിന്റെ നീളം എത്ര മക്കളെ? ചെറുകുടലിന്റെ നീളം 5 മുതൽ 6 മീറ്റർ വരെ. എത്രയാണ്? 5 മുതൽ 6 മീറ്റർ വരെയാണ്. 5 മുതൽ 6 മീറ്റർ. ഇമ്പോർട്ടന്റ് ആണ് സെക്ഷൻ കേട്ടോ. അങ്ങനെയാണെങ്കിൽ വൻകുടലാണെങ്കിലോ 1.5 അല്ലെ? ആണോ? അതെ. അതുപോലെ തന്നെ ഈ ദഹനം പൂർത്തിയാക്കുന്ന ദഹനഭാഗം ഏതാണ് ചോദിച്ചാൽ എന്താണ്? എന്താണ്? ചെറുകുടലാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെയാണ്. ധാന്യവും മാംസവും അതുപോലെ കൊഴുപ്പ് എന്നിവ ദഹനങ്ങളെ പൂർണ്ണമായും നടക്കുന്നത് എവിടെയാണ്? ഈ ചെറുകുടലിലാണെന്നും കൂടി ഓർത്തു വെക്കുക. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ചെറുകുടൽ എത്ര തരമുണ്ട്? 3 ഭാഗങ്ങളുണ്ട് കേട്ടോ. 3 ഭാഗങ്ങളുണ്ട് ചെറുകുടലിന്. ഏതൊക്കെയാണ്? പറഞ്ഞേ. ഏതൊക്കെയാണ് ചെറുകുടലിന് 3 ഭാഗങ്ങൾ? ഡിയോഡിനം ഉണ്ട്, ജെജുനം ഉണ്ട്, ഇലിയം അല്ലെ. ഡിയോഡിനം, ജെജുനം, ഇലിയം. ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അപ്പൊ ചെറുകുടലിന്റെ നീളം കൂടിയ ഭാഗം ഏതാ മക്കളെ? ഈ ചെറുകുടലിന്റെ നീളം കൂടിയ ഭാഗമാണ് എന്ത്? ഇലിയം ട്ടോ. മധ്യഭാഗമാണ് നീളം കൂടിയത് ഇലിയം, മധ്യഭാഗമാണ് ഈ ജെജുനം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? പിന്നെന്താണ്? അതുപോലെ ഈ ദഹനം പൂർത്തിയാക്കുന്ന 3 രസമാണ് ഏതാണ്? ആഗ്നേയരസവും അതുപോലെ പിത്തരസവും മറ്റേത് ആന്ധ്രരസമാണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക. പിന്നെ വൻകുടലാണെങ്കിൽ വൻകുടലിന്റെ 3 ഭാഗം ഏതൊക്കെയാണ്? വൻകുടലിന്റെ ഏതൊക്കെയാണ് 3 ഭാഗം? പറഞ്ഞേ. ഏതൊക്കെയാണ് 3 ഭാഗം വരിക? പറഞ്ഞേ. കോളൻ, റെക്ടം, പിന്നെന്താണ്? കോളൻ, റെക്ടം, പിന്നെന്താണ്? സീക്കം വരും അല്ലെ. സീക്കം. ക്ലിയർ ആണോ? ഏതാണ് വൻകുടലിന്റെ? 1.5 മീറ്റർ ആണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. 3 ഭാഗമാണ്. ഓക്കെ ആണോ? വൻകുടലിന്റെ ഏറ്റവും വലുതാണ് ഏത്? ഈ കോളൻ എന്നും കൂടി പറയാം കേട്ടോ. വൻകുടലിന്റെ കോളൻ എന്നാണ്. വൻകുടലിന്റെ ഏറ്റവും വലുതാണ് കോളൻ എന്നും കൂടി പറഞ്ഞുതരാം. ക്ലിയർ ആണോ? അതുപോലെ നമ്മള് അപ്പഴേ ഒരു വില്ലസുകൾ പറഞ്ഞു. അതുപോലെ നമ്മുടെ ഈ വൻകുടലില്ലേ, വൻകുടലില് സീക്കത്തിൽ തന്നെയാണ് ഒരു വിരൽ പോലെ തള്ളുന്ന ഒരു ഭാഗമുണ്ട്. അത് വെർമിഫോർ അപ്പൻഡിക്സ് ആണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? അടുത്ത ചോദ്യം. കിങ്ഡത്തിന് മുകളിലായി കൂട്ടിച്ചേർത്ത വർഗീകരണ തലം ഏതാണ്? പക്വാശയ എന്ന് പറഞ്ഞാൽ ഡിയോഡിനം ട്ടോ. ചെറുകുടലിന്റെ 3 ഭാഗമാണ്. ജെജുനം, ഇലിയം, ഡിയോഡിനം. ഏത് ആൻസർ വരിക? ഡൊമൈൻ വരും അല്ലെ. ഡൊമൈൻ ആണ് വരിക അല്ലെ. ഡൊമൈൻ എന്താ? കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷ്യസ് എന്നാണ് കൂടി മനസ്സിലാക്കി വെക്കുക. ദെൻ ആധുനിക വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ് മക്കളെ? ആരാണ് പിതാവ്? ആരാണ്? കാർൽ ലിനേയസ് അല്ലെ. റോബർട്ട് എച്ച് വിറ്റാക്കർ എന്താണ്? 5 കിങ്ഡം അല്ലെ. 5 കിങ്ഡം അല്ലെ. ആണോ?
കാൾ വൗസ് ആണെങ്കിൽ 6 അല്ലേ? ഏണസെക്ക് ആരാണോ? ഏണസെക്ക് 3 അല്ലേ? 5, 6, 3 ക്ലിയർ ആണോ? ദെൻ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യം അല്ലെ, നിങ്ങൾ സുഖിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇട്ടതാനും കൂടി മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ചേരുംപടി മാത്രം അടയാളപ്പെടുത്തുക. ഓക്കെ, എന്താണ് വരിക? എന്താണ് വരിക? പറഞ്ഞേ, എന്താണ് വരിക? ആൻസർ എന്താ വരിക? ചേരുംപടി അങ്ങോട്ട് ചേർക്കാൻ പറഞ്ഞു. ഒന്നാമത്തത് ഏതാ വരിക? കമന്റ് ചെയ്തേ. എന്താണ് ഒന്നാമത്തത്? സിംഹമാണ് പറഞ്ഞത് അല്ലെ? എന്താണ് സിംഹം? എന്താണ് പറഞ്ഞേ? എന്താണ്? പാന്തറോലിയോ. ക്ലിയർ ആണോ? രണ്ടാമത്തെ എന്താണ്? പൂച്ചയാണ് എന്നാണ് പറയുന്നത്. അത് ഏതാ വരിക? ഫെമിസ് ഡൊമസ്റ്റിക്കസ് ആണോ? ദെൻ ആനയാണ് നമുക്കറിയാം എലിഫസ് മാക്സിമസ്. മയിലാണ് പാവോ ക്രിസ്റ്റസ്. എപ്പോഴാണ് മയിൽ, ഏത് വർഷമാണെന്ന് അറിയോ മയിലിനെ അംഗീകരിച്ചത്? 1963 ആണോ? ആണോ? ഓപ്ഷൻ ഏതാ വരിക? അപ്പൊ ഓപ്ഷൻ ബി ആണ് വരിക. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? തെറ്റായ പ്രസ്താവന വിലയിരുത്തുക മക്കളെ. തെറ്റായ പ്രസ്താവന അങ്ങോട്ട് വിലയിരുത്തിയേ. എന്താണ് തെറ്റായ ഇവിടെ പ്രസ്താവന വന്നിരിക്കുന്നത്? വിലയിരുത്തിയ മക്കളെ. എന്താ ചോദ്യം? എന്താണ്? കേരളത്തിലെ സസ്യസമ്പത്തിനെ കുറിച്ചുള്ള ആദ്യ പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്നു. അത് വളരെ ശരിയാണ്. ആണോ? ദെൻ ഹോർത്തൂസ് മലബാറിക്കസ് 12 വാല്യങ്ങളായിട്ടാണ് പുറത്തിറങ്ങി. അതും ശരിയാണ്. ഹോർത്തൂസ് മലബാറിക്കസ് ആണ് ആദ്യമായി മലയാളത്തിൽ അച്ചടിച്ചത് എന്ന് പറയുന്നു. അതും ശരിയാണ്. ദെൻ മലബാറിന്റെ ഉദ്ധാരം എന്ന അർത്ഥം വരുന്ന ഈ ഗ്രന്ഥം ഗ്രീക്ക് ഭാഷയിലാണ് പ്രസിദ്ധീകരിച്ചത് എന്ന് പറയണോ? പറ്റുമോ? അല്ല, തെറ്റാണ്. സമ്മതിക്കാൻ പാടില്ല. ഏതാണ്? ലാറ്റിൻ ഭാഷയാണ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ചേരുംപടി ചേർത്തേ മക്കള്. ചേരുംപടി ചേർത്തേ. എന്താണ് ചേരുംപടി അങ്ങോട്ട് ചേർത്തേ? അരിസ്റ്റോട്ടിൽ ഉണ്ട്, തിയോക്രാറ്റസ് ഉണ്ട്, ചരകൻ ഉണ്ട്, കാളിനേസ് ഉണ്ട്. ഞാൻ അപ്പോഴും വിചാരിച്ചു ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വെറുതെ അങ്ങനെ ചേരുംപടി മക്കളെ കൊണ്ട് ചേർക്കാൻ വെക്കേണ്ടെന്ന്. എന്നാലും എനിക്കൊരു സമയം അറിയാതെ എന്റെ കയ്യെ അങ്ങോട്ട് ചേരുംപടി ചേർത്ത് പോകുമെന്നും കൂടി പറയുകയാണ്. ഒന്നാമത്തെ വരിക അരിസ്റ്റോട്ടിൽ ജീവശാസ്ത്രത്തിന്റെ പിതാവ് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആണോ? രണ്ടാമത്തെ എന്താണ്? തിയോക്രാറ്റസ് സസ്യശാസ്ത്രജ്ഞ. അതും കറക്റ്റ് ആണ്. ചരകൻ എന്താണ്? ആയുർവേദത്തിന്റെ പിതാവ്. അത് വിട്ട് ഒരു കളിയുമില്ല. കാലനേസ് ഓപ്ഷൻ എ ആണ് കൂടി മനസ്സിലാത്ത. ഓപ്ഷൻ ഇതിൽ ഏതാ വരിക? ഏതാണ് വരിക? ഓപ്ഷൻ. അപ്പൊ ഓപ്ഷൻ ഇതിൽ ഇല്ലവേ ആണോ? ഓപ്ഷൻ ഇല്ല. കാവ്യേ ആൻസർ മാത്രം കിട്ടിയോ? ആൻസർ കിട്ടിയോ? ക്ലിയർ ആണോ? ഒന്ന് ഡി, രണ്ടാമത്തെ സി, മൂന്നാമത്തെ ബി, നാലാമത്തെ. ഓക്കെ അവിടെ എ വരണം അല്ലെ? അപ്പൊ ഓപ്ഷൻ ഇല്ല. 4 എ മാത്രം ആക്കിയാ മതി അല്ലെ? ഇവിടെ നമുക്ക് എ ആക്കിയാലോ? ഇപ്പൊ ക്ലിയർ ആണോ? അപ്പൊ ഓപ്ഷൻ സി ആക്കാം. ക്ലിയർ ആണോ? ഓക്കെ, നിങ്ങൾക്ക് ഉത്തരം കിട്ടിയാ പോരെ? അപ്പം തന്നാ പോരെ? കുഴി എണ്ണണോ? നിങ്ങൾ കുഴി എണ്ണീറ്റേ അപ്പം തിന്നാൻ തീരുമാനിക്കുള്ളൂ അല്ലെ? എനിക്കറിയാം നിങ്ങള്. ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്റം എന്ന പുസ്തകം ആരുടേതാണ്? ജോൺ റേ ആണ് കേട്ടോ. ജോൺ റേ ആണെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. ചരകന്റെ ഉണ്ട്. എന്താണ്? ചരക സംഹിത കേട്ടോ. ചരകന്റെ ചരക സംഹിത എന്ന് മനസ്സിലാക്കി. റോബർട്ട് ഹുക്ക് ആണെങ്കിലോ മൈക്രോഗ്രാഫിയ. ക്ലിയർ ആണോ? ദെൻ ദിനാമ പദ്ധതി പ്രകാരം മനുഷ്യന്റെ ശാസ്ത്രീയ നാമം എന്താണ്? നമുക്കെല്ലാം അറിയാം. എന്താണ്? എടാ മക്കളെ, എന്താണ്? ഹോമോ
സാപ്പിയൻസ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ദെൻ താഴെ പറയുന്നത് വിലയിരുത്തി ജീവി വിഭാഗം ഏതെന്ന് തിരിച്ചറിയുക. ജീവകോശത്തിനുള്ളിൽ എനിക്ക് ജീവിക്കാനാവൂ. SCERT ബുക്കി അങ്ങനെ ഇട്ടതാണ് കേട്ടോ. ആതിഥേയ കോശങ്ങളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചാണ് ഞാൻ പെരുകുന്നത്. ഒരു ജീവിക്കുള്ളിൽ ജീവിക്കുന്ന ഏറ്റവും ചെറിയ ജീവനുള്ള വസ്തുവാണ്. കോശമില്ല, ജനിതക വസ്തുവും പ്രോട്ടീനും കവചവും മാത്രം പല മാരക രോഗങ്ങളുടെയും കാരണക്കാരൻ. ആരാണ് പറഞ്ഞേ? ഡോറിയും ബുജ്ജിയും പോലെയായി അല്ലേ? കാട്, മല, ബാക്കി എന്താണ് പറഞ്ഞേ? എന്താണ്? വൈറസ് ആണ് അല്ലെ? വൈറസ് ആണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ?